എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ പഴയ ഫ്രിഡ്ജ് ടാങ്കുകൾ ഉപയോഗിച്ച് എങ്ങനെ മത്സ്യക്കുളം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ മത്സ്യക്കുളം ആക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഏകദേശം ഒരു ടാങ്കിന് 100 രൂപയാണ് ചിലവായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും അതിൻ്റെ വില. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ തൊടുപുഴ അടുത്ത ഭാഗത്തൊക്കെ 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിനായി ഞാൻ ആക്രിക്കടയിൽ നിന്ന് 2 ഫ്രിഡ്ജ് ടാങ്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ടാങ്കിനകത്ത് ഗപ്പി, പ്ലാറ്റി, സോർട്ടൈൽ, മോളി തുടങ്ങിയ മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. അതായത് ഗപ്പിയെ സെപ്പറേറ്റ് ഒരു ടാങ്കിലും മോളി, പ്ലാറ്റി, സോർട്ടൈൽ തുടങ്ങിയ 3 മത്സ്യങ്ങളെ മറ്റേ ഒരു ടാങ്കിലുമാണ് ഇട്ടിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് ടാങ്ക് നമുക്ക് കടയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾസൊക്കെ കണ്ടുപോകാനുണ്ടാവും. ആ ഹോൾസൊക്കെ എങ്ങനെ അടയ്ക്കണം എന്നുള്ളൊരു അതിൻ്റെ രീതി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അണുവിമുക്തമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ MC ഉപയോഗിച്ച് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിക്കൂർ വേണം അത് ഉണങ്ങാൻ വേണ്ടി. അതിന് ശേഷം 8 മണിക്കൂറിന് ശേഷം നമ്മൾ നല്ല വാഷിംഗ് പൗഡർ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കഴുകി ഒന്ന് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് കല്ലുപ്പ് തന്നെ വേണം. കല്ലുപ്പ് ഈ ടാങ്കിൽ ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്ത് വെള്ളം നിറയ്ക്കുക. അങ്ങനെ ഒരാഴ്ചയോളം അവിടെ നമ്മൾ വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ ടാങ്ക് ഒരു അണുവിമുക്തമായിട്ട് കിട്ടുന്നതാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ആ വെള്ളം മാറ്റി നമ്മൾ വേറെ വെള്ളം ഫില്ല് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ഈ കാണുന്ന പോലെ ആമസോൺ, ഡക്ക് വീഡ്, വാട്ടർ ലില്ലി തുടങ്ങിയ ചെടികളെല്ലാം ഈ ടാങ്കിനുള്ളിൽ ഫില്ല് ചെയ്യുക. ഒരു 2-3 ജോഡി മത്സ്യങ്ങളെ മാത്രം ഇട്ട് ഒരു 3-4 ദിവസത്തിന് ശേഷം അതിൻ്റെ രീതി എങ്ങനെയുണ്ട്, ഇതിന് അതിജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മത്സ്യങ്ങളെയും കൂടി ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മത്സ്യങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സസ്യങ്ങളെ ഈ ടാങ്കിനുള്ളിൽ ഫില്ല് ചെയ്യുന്നത്. ഒക്കെ ചിലർക്ക് തോടുകളിൽ നിന്നൊക്കെ ഈ സസ്യങ്ങൾ കിട്ടും, ഇല്ലെങ്കിൽ കടകളിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഈ സസ്യങ്ങളെ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. വേറെ ടാങ്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വളർച്ച എത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കട്ടിങ് എടുത്തിട്ട് മറ്റുള്ള ടാങ്കിലേക്ക് പകർത്തി നടാവുന്നതാണ്. ഇങ്ങനൊരു ആവാസവ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് വളരെ നല്ലതാണ്. കൊക്കുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പം ഇങ്ങനെ ഒരു ഗ്രില്ലൂടെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ.